ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ NIOS +2 സോഷ്യോളജിയുടെ ചാപ്റ്റർ 19 ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ഇപ്പൊ 18 ചാപ്റ്ററോളം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇന്ന് 19ാമത്തെ ചാപ്റ്ററിലോട്ട് നമ്മൾ കടന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ്സുകൾ അതിൻ്റെതായ രീതിയിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ നിങ്ങളുടെ ലെക്ചർ നോട്ട് എഴുതുകയോ അല്ല എങ്കിൽ എന്ത് ചെയ്യുക, വായിച്ചു പഠിക്കുകയോ ഗൈഡ് നോക്കി പഠിക്കുകയോ, ഏതായാലും നമ്മുടെ ലക്ഷ്യം എന്താണ്, നമുക്ക് എങ്ങനെയായാലും മാർക്ക് എടുക്കുക. അതല്ലാതെ വേറൊരു ഓപ്ഷൻ നമുക്ക് ഇല്ല. നമുക്ക് നമ്മുടെ കയ്യിൽ +2 ഭദ്രമായിട്ട് കിട്ടണം. അപ്പോൾ നന്നായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. ഞങ്ങൾ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ട്. നമുക്ക് വൈകിപ്പിക്കേണ്ട ക്ലാസ്സിലോട്ട് പോവാം. 19ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യലൈസേഷൻ ആസ് എ പ്രോസസ് ഓഫ് ലേണിംഗ്. ഒരു സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത് എന്താണ്? ഒരു ലേണിംഗ് ആണ്. ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു പഠനമാണ്. ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു പഠന പ്രക്രിയയാണ് നമ്മുടെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോഷ്യലൈസേഷന്റെ അർത്ഥം എന്താണ്? സാമൂഹ്യവൽക്കരണം, അല്ലെ? ദിവസം ചെല്ലുന്തോറും സമൂഹത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? സമൂഹത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള ചേഞ്ചസ് ആണ് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു ലോകത്ത് ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ അവൻ എന്താണ്? ഒരു ബയോളജിക്കൽ ഫാക്ടറാണ്, അല്ലെങ്കിൽ ഒരു ജൈവ വസ്തുവാണ്, അല്ലെ? ആ കുട്ടി ജനിക്കുന്നത് മുതൽ അവൻ ഈ സൊസൈറ്റിയിലെ ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ എന്താണ്? ഒരു അംഗമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവൻ ചിന്തിക്കുന്നത് തൊട്ട് പ്രവർത്തിക്കുന്നത് തൊട്ട് അവന്റെ വളർച്ച എല്ലാം ഈ ഒരു സൊസൈറ്റിയിൽ അടിസ്ഥാനപ്പെട്ടാണ്, അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട് അധിഷ്ഠിതമായിട്ടാണ്. അപ്പം ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാം, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് അവൻ കുറച്ച് കൾച്ചർ അക്യൂർ ചെയ്യും. അതൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ കൾച്ചർ അക്യൂർ ചെയ്യും. അതുപോലെ തന്നെ ആ കൾച്ചറിനനുസരിച്ച് അവന്റെ ബിഹേവിയർ, അവന്റെ ആ ഒരു സൊസൈറ്റിയിലെ ഇടപെടൽ, അതിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ ഈ സൊസൈറ്റിയിലെ സോഷ്യലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ലോകത്ത് ഒരു ശിശു ജനിക്കുന്നത് മുതലുള്ള ജൈവ വസ്തുക്കളാണ്. അപ്പൊ ജസ്റ്റ് ഒരു ഓവറോൾ ആണ്. അപ്പൊ അതേപോലെ ഇതില് 5 ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ 5 ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ സോഷ്യലൈസേഷൻ. രണ്ടാമത്തത് എൻകൾച്ചറേഷൻ. മൂന്നാമത്തത് സ്റ്റേജസ് ഓഫ് സോഷ്യലൈസേഷൻ. നാലാമത്തത് വേരിയസ് സ്റ്റേജസ് ഓഫ് സോഷ്യലൈസേഷൻ. അതുപോലെ അഞ്ചാമത്തത് നമ്മുടെ ഈ ഒരു പാഠവുമായി ബന്ധപ്പെട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ചെറിയ 1 വേർഡ് ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു പോകുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ ആണ്. സോഷ്യലൈസേഷന്റെ അർത്ഥം സാമൂഹ്യവൽക്കരണം. സാമൂഹ്യവൽക്കരണം എന്ന് പറയുമ്പോൾ എന്താണ്? ലോകത്തൊരു ശിശു ജനിക്കുന്നത് ഒരു ജൈവ വസ്തുവായിട്ടാണ്. ഈ ലോകത്ത് ഒരു ശിശു ജനിക്കുന്നത് എങ്ങനെയാണ്? ജൈവ വസ്തുവാണ്. പിന്നീട് ആ ശിശു എന്ത് ചെയ്യുന്നുണ്ട്? പതുക്കെ പതുക്കെ ഒരു സൊസൈറ്റിയിലെ സാമൂഹ്യ ജീവിയായിട്ട്. മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്നാണ് അഗസ്കോംബെ സോഷ്യോളജിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ആ കുട്ടി ജനിക്കുമ്പോൾ അതൊരു ബയോളജിക്കൽ ഫാക്ടർ ആണെങ്കിൽ പോലും ക്രമേണ ആ കുട്ടി എന്തായി മാറുകയാണ്? ഒരു സൊസൈറ്റിയിലെ ഒരു ഫാക്ടർ, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ജീവിയായിട്ട് മാറുകയാണ്. അതെങ്ങനെയാണ്? ഒറ്റയ്ക്കാകാൻ കഴിയോ? നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് കഴിയോ? ഇല്ല. നമ്മൾ പലരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതായത് ഒരു പല വ്യക്തികള്, നമ്മുടെ കുടുംബ ഫാമിലിയുമായിട്ട്, പിയർ ഗ്രൂപ്പ്സ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട്, സ്കൂളായിട്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി ഒക്കെ നമുക്ക് ഒത്തിരി റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ എന്തിലോട്ട് നയിക്കുന്നുണ്ട്? സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഫാക്ടറിലോട്ട് നയിക്കുന്ന ഘടകമാണ്. അപ്പോൾ ഒരു കുട്ടി ഈ ലോകത്തോട് ജനിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? അതൊരു ബയോളജിക്കൽ ആയിട്ടുള്ള, ഒരു ലോകത്ത് ജീവിക്കുന്ന ഒരു ബയോളജിക്കൽ ഫാക്ടർ ആയിരിക്കും. തുടർന്ന് അത് എന്തായി മാറുകയാണ്? ഒരു സാമൂഹ്യ ജീവിയായിട്ട് മാറുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? ഫസ്റ്റ് തുടക്കത്തിൽ ഒരു കുട്ടി ജൈവ വസ്തുവായിട്ട്, അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ഫാക്ടർ ആണ്. പക്ഷെ നമുക്കറിയാലോ, ഒരു കുഞ്ഞിന് ഒരു അമ്മ ജന്മം നൽകുമ്പോൾ ആ കുഞ്ഞ് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? ജീവശാസ്ത്രപരമായ കുഞ്ഞിന് കൈയും കാലും ഒക്കെ ഉണ്ട്. സ്കിന്നും ടിഷ്യൂവും അതുപോലെ സെല്ലുകളും ഒക്കെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹ്യൂമൻ ബോഡി, ഒരു ബയോളജിക്കൽ ഫാക്ടറാണ്. പക്ഷെ അത് ക്രമേണ എന്തായി മാറുന്നു? സൊസൈറ്റി ജീവിക്കുമ്പോൾ അത് മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്നുള്ള രീതിയിൽ അത് സൊസൈറ്റിയിലെ ഒരു ജീവിയായിട്ട് മാറുകയാണ്. അങ്ങനെ ആക്കുന്നത് ആരൊക്കെയാണെന്നാണ് പറയുന്നത്? വ്യക്തികളാകാം, അല്ലെ? ഇൻഡിവിജ്വൽസ് ആകാം, പിന്നെ പിയർ ഗ്രൂപ്പ്സ്, സമപ്രായക്കാരാകാം, ഫാമിലി ആകാം, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം.
ഓക്കെ. പിന്നെ എന്താ പറയുന്നത്, നമുക്ക് ആ ഒരു കുട്ടി ജീവിക്കുമ്പോൾ അവൻ എന്തൊക്കെയാണ് കീപ്പ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവൻ ഫോളോ ചെയ്തു പോകുന്നത്, മൂല്യങ്ങൾ, വാല്യൂസ് അല്ലെ. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുറച്ച് വാല്യൂസ് ഉണ്ട് നമുക്ക്. എങ്ങനെയോ ജീവിച്ചു പോയി മരിച്ചാൽ മതിയോ? ഇല്ല, നമുക്ക് കുറച്ച് വാല്യൂസ് ഉണ്ട് അല്ലെ, നമ്മൾക്കായിട്ടുള്ള കുറച്ച് മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ മാനദണ്ഡങ്ങൾ, ബിലീവ്സ്, സൂപ്പർ സിറ്റി, നമുക്ക് കുറച്ച് വിശ്വാസമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഏതൊരു പൗരനും ഏതൊരു മതത്തിൽ വിശ്വസിക്കുവാനും ആരാധിക്കുവാനുള്ള റൈറ്റ് നമുക്ക് തരുന്നുണ്ട് അല്ലെ, നമ്മുടെ ആർട്ടിക്കിളിൽ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ആ വിശ്വാസങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവ പഠിക്കുകയും അവയെക്കുറിച്ച് എന്ത് ചെയ്യുന്നു, ആ കുട്ടി അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കുക, ഒരു കുട്ടി ഈ സൊസൈറ്റി ജീവിക്കുമ്പോൾ ആ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മതാനുഷ്ഠാനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് അതുമായി പഠിക്കുമ്പോൾ ആ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് എന്ത് വിളിക്കുന്നത്, സാമൂഹ്യ വൽക്കരണം എന്ന്, അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി, അതുപോലെ ബിഹേവിയർ, അതുപോലെ തന്നെ സോഷ്യൽ ചേഞ്ചസ് ഒക്കെ രൂപപ്പെടുന്നത് എവിടെ നിന്നാണ്? സൊസൈറ്റിയിൽ നിന്ന് തന്നെയാണ്. അല്ലാതെ നമ്മൾ വേറെ എവിടെന്നെങ്കിലും പഠിച്ചിട്ടാണോ വരുന്നത്? അല്ല, നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ ഇങ്ങനെ ചെയ്യരുത്, അത് ചെയ്യണം, ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യുന്നത് ശിക്ഷാർഹമാണ് അല്ലെ, നമുക്കറിയാം. ഇതെല്ലാം നമ്മൾ എവിടെ നിന്നാണ് പഠിക്കുന്നത്? ഇവിടെ സൊസൈറ്റിയിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് എക്സാമ്പിൾ പറയാം, നമ്മളിപ്പോ റോഡിലെ നിരത്തിലൂടെ നടക്കുകയാണ്, ഹെൽമറ്റ് വയ്ക്കണം, ഹെൽമറ്റ് വച്ചില്ല എങ്കിൽ നമുക്ക് പിഴ ഈടാക്കും അല്ലെ, സീബ്ര ക്രോസ് മുറിച്ച് കടക്കുന്നത്, ആ ഒരു കാര്യങ്ങള് ഒക്കെ നമ്മൾ പഠിക്കുന്നത് എല്ലാം ഇവിടെ നിന്നാണ്, സൊസൈറ്റിയിൽ നിന്നാണ് അല്ലെ. അപ്പൊ ആ കുട്ടിയെ വ്യക്തിത്വമുള്ളവനാക്കിയും അല്ലെങ്കിൽ അവന്റെ പെരുമാറ്റത്തിലും അവന്റെ പേഴ്സണാലിറ്റിയിലും ഒക്കെ ചേഞ്ചസ് വരുത്തുന്നതിൽ ഏതിന് പങ്കുണ്ട്? സോഷ്യലൈസേഷന് പങ്കുണ്ട്. മനസ്സിലാവും, സാമൂഹ്യവൽക്കരണത്തിന് പങ്കുണ്ട്. അപ്പൊ എന്താണ് സോഷ്യലൈസേഷൻ എന്ന് നിങ്ങളോട് ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി ജനിക്കുമ്പോൾ അവൻ എന്തായിരുന്നു? ഒരു സാമൂഹ്യ ജീവി ആകുന്നതിന് പകരം എന്തായിരുന്നു? അവനൊരു ജൈവ വസ്തുവായിരുന്നു, അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ഫാക്ടർ ആയിരുന്നു. ക്രമേണ അവൻ എന്തായി മാറുന്നു? ഒരു സാമൂഹ്യ ജീവിയായി മാറുകയാണ്. അതാണ് മാൻ ഈസ് എ സോഷ്യൽ അനിമൽ എന്ന് പറയുന്നത്. ഓക്കെ. അവന്റെ എന്തൊക്കെയാണ് പെരുമാറ്റങ്ങൾ, അവന്റെ മാനദണ്ഡങ്ങൾ, അവന്റെ വിശ്വാസങ്ങൾ, ബിലീവ്സ്, മതം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എവിടെയാണ് രൂപപ്പെടുന്നത്? സൊസൈറ്റിയിൽ നിന്നാണ് രൂപപ്പെടുന്നത്. അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? ബോധമുള്ളവരാക്കി മാറുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സോഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയും ബിഹേവിയറും ഒക്കെ എന്താണ് രൂപപ്പെടുന്നതിൽ, അല്ലെങ്കിൽ അതിനെല്ലാം ഒന്ന് എന്ത് ചെയ്യുന്നു? പൊടിതട്ടി എടുക്കുന്നതിൽ മെയിൻ പങ്ക് വഹിക്കുന്നത് ഏതാണ്? സൊസൈറ്റിയാണ്. അതുകൊണ്ടാണ് സൊസൈറ്റിക്ക് വളരെയധികം മനുഷ്യന്റെ ലൈഫ് സ്റ്റൈലിൽ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത്. അവന്റെ ബിഹേവിയർ, അവന്റെ പേഴ്സണാലിറ്റി ഒക്കെ രൂപപ്പെടുന്നത് സൊസൈറ്റിയുമായിട്ടാണ്. ക്ലിയർ അല്ലേ? രണ്ടാമത്തത് എൻകൾച്ചറേഷൻ. എൻകൾച്ചറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു തലമുറയുടെ സംസ്കാരം, അതായത് ഒരു തലമുറയുടെ സംസ്കാരം മറ്റൊരു തലമുറകളിലേക്ക് എന്ത് ചെയ്യുന്നു? കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. എൻകൾച്ചറേഷൻ അർത്ഥം എന്താണ്? സംശീകരിക്കുക എന്ന് പറയാം. നമ്മൾ ആ സംസ്കാരത്തെ എന്ത് ചെയ്യുന്നു? അഡോപ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു തലമുറയുടെ സാംസ്കാരിക വർഷങ്ങളും രീതികളും ഒക്കെ അടുത്ത തലമുറ എന്ത് ചെയ്യുന്നു? പഠിക്കുന്ന രീതിയാണ്. അപ്പൊ നമുക്കറിയാം, ഇവിടെ എന്താണ്? ഓണം എന്ന് പറയുന്നത് കേരളീയരുടെ ഉത്സവമാണ്. അത് നമ്മൾ ഇങ്ങനെ ആഘോഷിക്കുന്നൊക്കെ നമ്മൾ ആരിൽ നിന്നാണ് കണ്ടുപഠിച്ചത്? എക്സാമ്പിൾ ആണ് നമ്മൾ പറയുമെങ്കിൽ, നമ്മൾ ആരിൽ നിന്നാണ് കണ്ടുപഠിച്ചത്? നമ്മുടെ പാരന്റ്സിൽ നിന്നാണ്. എന്ത് ചെയ്തത്? അതൊരു കൾച്ചർ ആണ് അല്ലെ, അതൊരു സെലിബ്രേഷൻ ആണ് എന്ന് അതൊരു കൾച്ചർ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിച്ചത് നമ്മുടെ പാരന്റ്സിൽ നിന്നാണ്. അപ്പൊ അത് എന്താണ്? കൾച്ചർ അല്ലേ. അപ്പൊ ആ ഒരു വ്യക്തിത്വത്തിനനുസരിച്ച് നമ്മുടെ എന്താണ് ആ കുട്ടി ആ ഒരു ആഘോഷത്തെ കുറിച്ചും അത് മാത്രമല്ല ആ ആഘോഷ രീതികളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയത് ആ കുട്ടിയുടെ എന്തിൽ നിന്നാണ്? പാരന്റ്സിൽ നിന്നാണ്. അതാണ് എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. ഒരു കുട്ടി ഒരു തലമുറയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വേറൊരു തലമുറ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പഠിക്കുന്നതിനെ എൻകൾച്ചറേഷൻ, അല്ലെങ്കിൽ എന്താണ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലമുറയുടെ സാംസ്കാരിക ആ രീതികളും ഒക്കെ മറ്റൊരു തലമുറ പഠിക്കുന്നതിന് എൻകൾച്ചറേഷൻ എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? അതായത് ഒരു തലമുറ മറ്റൊരു തലമുറയുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതുപോലെ അവരുടെ സംസ്കാരങ്ങളും പഠിക്കുന്നതിനെയാണ് എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതുവഴി പുതുരീതികൾ തലമുറകൾ തോറും എന്ത് ചെയ്യുന്നുണ്ട്? കൈകാര്യം ചെയ്യുകയും അത് ഒരുപാട് വർഷം അത് എന്ത് ചെയ്യുന്നു? ഫോളോ ചെയ്ത് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? പിന്നെ സാമൂഹികവൽക്കരണം പൂർണ്ണതയിലോട്ട്, അതായത് നിസ്സാരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പാരന്റ്സിനെ കണ്ടാണ് എന്ത് ചെയ്ത് പഠിച്ചത്.
അവർ അവരുടെ പാരൻസ്. അപ്പൊ ആ കൾച്ചർ എന്ത് ചെയ്യുന്നു, നമ്മള് അഡോപ്റ്റ് ചെയ്യുകയാണ് അല്ലെ. ഇപ്പൊ മറ്റതിലുള്ള നല്ല നല്ല ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അഡോപ്റ്റ് ചെയ്ത് അതിന് സ്വീകരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, എൻകൾച്ചറേഷൻ എന്ന് വിളിക്കുന്നത്. എൻകൾച്ചറേഷൻ എന്ന് പറയുമ്പോൾ ഒരു തലമുറ മറ്റൊരു തലമുറയുടെ രീതികളും അതുപോലെ തന്നെ എന്താണ് പെരുമാറ്റങ്ങളും ഒക്കെ പഠിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേജസ് ഓഫ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷന്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്? സോഷ്യലൈസേഷൻ സ്റ്റേജസ് എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ഇൻഫാന്റ് സോഷ്യലൈസേഷൻ, രണ്ടാമത്തേത് ചൈൽഡ് സോഷ്യലൈസേഷൻ, മൂന്നാമത്തേത് എന്താണ്, അഡോളസെന്റ് സോഷ്യലൈസേഷൻ, നാലാമത്തെ അഡൾട്ട് സോഷ്യലൈസേഷൻ. ശ്രദ്ധിച്ചിരിക്കാം, ഇൻഫാന്റ് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ശൈശവം അല്ലെ, ശൈശവ പ്രായത്തിൽ ഉണ്ടായിരുന്ന സാമൂഹ്യവൽക്കരണം, ഇതിനെയാണ് ഇൻഫാന്റ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ചൈൽഡ് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ബാല്യ എന്താണ്, സാമൂഹ്യവൽക്കരണം, ബാല്യമായി. നമുക്കറിയാം 3 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾ ബാല്യമാണ്, നമ്മൾ പറയും ബാലൻ ബാലിക എന്നൊക്കെ പറയും. ഇൻഫാന്റ് എന്ന് പറയുമ്പോൾ തീരെ കുഞ്ഞു മക്കളാണ് അല്ലെ, ആ കുഞ്ഞു കുട്ടികളെയാണ് നമ്മൾ ഇൻഫാന്റ് എന്ന് പറയുന്നത്, ശിശുക്കളാണ്. അപ്പം ചൈൽഡ് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ 3 to 11 years. അത് കഴിഞ്ഞതിന് ശേഷം അഡോളസെന്റ് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ 30 to 19, 13 മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾ. അഡൽട്ട് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മുതിർന്ന വ്യക്തികളാണ്. മനസ്സിലാവുന്നുണ്ടോ? കുറച്ചുകൂടെ മുതിർന്ന വ്യക്തികൾ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റേജസ് ഓഫ് സോഷ്യലൈസേഷൻ. സ്റ്റേജസ് ഓഫ് സോഷ്യലൈസേഷൻ. ഒന്നാമത്തത് ഇൻഫാന്റ് സോഷ്യലൈസേഷൻ, മലയാളം എന്ന് പറയുന്നത് ശൈശവ സാമൂഹ്യവൽക്കരണം. ശൈശവ സാമൂഹ്യവൽക്കരണം എന്ന് പറയുമ്പോൾ ശിശുക്കളാണ്, അവിടെ കുഞ്ഞു മക്കളാണ്, അവർക്കൊന്നും തന്നെ അറിയില്ല, അവർക്കൊന്നും തനിയെ ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ അവർക്ക് സൊസൈറ്റിയിലെ കാര്യങ്ങളോ അവിടുത്തെ നോംസും അതുപോലെ തന്നെ റൂൾസും റെഗുലേഷൻസും ലോസും ഒന്നും അവർക്ക് അറിയില്ല. അപ്പൊ അവർ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളും ആരെ ആശ്രയിക്കുന്നു, പാരന്റ്സിനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവർക്ക് സൊസൈറ്റിയുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ ശിശുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെയാണ് ആശ്രയിക്കുന്നത് അല്ലെ. അവർക്ക് എന്താണ് സൊസൈറ്റിയോട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അവർ ഡയറക്റ്റ് അല്ല, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് അവയർനെസ് ഇല്ല. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു വിഭാഗക്കാരാണ് എന്തെന്ന് പറയുന്നത്, ഇൻഫന്റ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അത് കുഞ്ഞ് തീരെ ചെറിയതാണ്, ഇൻഫന്റ് ആണ്, ചെറിയ ശിശുക്കളാണ്. മനസ്സിലായല്ലോ? അപ്പൊ അവിടെ അവർക്കുള്ള ആ ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ചെറിയ കുട്ടികളാണ്, അവരെല്ലാ കാര്യത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പാരന്റ്സിനെയും മറ്റുള്ളവരെയും ഡിപ്പെൻഡ് ചെയ്യുകയാണ്, ആശ്രയിക്കുന്ന ആൾക്കാരാണ്. രണ്ടാമത്തത് ചൈൽഡ് സോഷ്യലൈസേഷൻ. ചൈൽഡ് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ബാല്യമായി, കുറച്ചുകൂടെ എന്ത് ചെയ്തു, കുഞ്ഞു മക്കളായിരുന്നത് കുറച്ചുകൂടെ വളർന്ന് എന്തായി മാറി, ഇപ്പോ ബാല്യം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഉയർന്നു. അപ്പൊ 3 to 11 years അവരെങ്ങനെയാണ്, 3 മുതൽ 11 വയസ്സ് വരെയാണ്. അവരുടെ രീതികൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, അവർക്ക് അയൽപ്പക്കക്കാരുമായിട്ടൊക്കെ കുറച്ച് ബന്ധം. നമുക്കറിയാം, ഒരു 3 മുതൽ 11 വയസ്സുള്ള കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അടുത്തുകൂടെ പോകുന്ന ചേട്ടാ ചേച്ചി എന്നൊക്കെ വിളിക്കാനും അവരുമായിട്ട് സംസാരിക്കാനും കളിക്കാനൊക്കെ പോകാനായിട്ട് അവർക്ക് തോന്നും അല്ലെ. അവർക്ക് തോന്നി തുടങ്ങുന്ന പ്രായമാണ് 3 മുതൽ 11. 3 വയസ്സൊക്കെ കുട്ടികളെ നമുക്കറിയാം, എന്നും കാണുന്ന ആൾക്കാരാണെങ്കിൽ ചിരിക്കും അല്ലെ. ചിലപ്പോ ചാച്ചാ പറഞ്ഞ ചാച്ചാ പറയും. അതുപോലെ തന്നെ നമുക്ക് അവരുമായിട്ട് ഒരു ബന്ധം, അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ചിലവർക്ക് പേടിപ്പിക്കും. ഫുഡൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരെ നമ്മൾ പേടിപ്പിക്കാൻ, നമുക്കറിയാം കുഞ്ഞുമക്കളുള്ളവർക്ക് അറിയാം, കുഞ്ഞുമക്കളെ എന്ത് ചെയ്യും, പേടിപ്പിക്കാൻ വേണ്ടി കുറച്ച് പേര് വെച്ചിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ ഇവർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. 3 to 11 years വരെയുള്ള കുട്ടികൾക്ക് എന്താണ്, അയൽക്കാരുമായിട്ടും ഒക്കെ ഇടപഴകാൻ സാധിക്കുന്നിടത്തും സുഹൃത്തുക്കളെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ സമ്പാദിക്കുകയാണ്. ഈ പ്രായത്തിൽ കുട്ടികൾ എന്ത് ചെയ്യും, 11 വയസ്സായല്ലോ, അപ്പൊ 11 വയസ്സിനകത്തുള്ള കുട്ടികൾക്കൊക്കെ കൂട്ടുകാരൊക്കെ ആയി തുടങ്ങും അല്ലെ. ഒരുപാടല്ല, എന്നാലും അത്യാവശ്യം കുറച്ച് കുട്ടികളുമായിട്ടൊക്കെ അവർക്ക് ബന്ധം ഉണ്ടാകും. അതുപോലെ കളിക്കാനൊക്കെ അവർ സമയം കൂടുതലായിട്ട് കണ്ടെത്തും. അപ്പം നമ്മൾ നേരത്തെ നോക്കിയ ഇൻഫാന്റിൽ ഒന്നും അറിയില്ല, എല്ലാ കാര്യത്തിനും എന്താണ്, പാരന്റ്സ് ആണ് അവരുടെ മെയിൻ എന്ന് പറയുന്ന ആൾക്കാർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇതിലോട്ട് എന്താണ്, ബാല്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതിൽ ചൈൽഡ് സെന്റേർഡ് ആണ്. അപ്പൊ ചൈൽഡിൽ എന്താണ്, കുട്ടികൾ തന്നെ വേണം അല്ലെ. അവർ കുട്ടികളെയൊക്കെ കണ്ടുപിടിക്കുക, 3 to 11 years അല്ലേ. അപ്പൊ കുട്ടികളെയൊക്കെ കണ്ടുപിടിക്കാനും കുട്ടികളോട് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ അവർ ശ്രമിക്കുകയാണ് അല്ലെ. അപ്പം പിന്നെ എന്താണ്, സ്കൂളുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവര് കുട്ടികളുമായിട്ടും ടീച്ചേഴ്സുമായിട്ടും എന്താണ് ബന്ധം ഉണ്ടാകും. 3 മുതൽ 11 വയസ്സുള്ള കുട്ടികളെയൊക്കെ നമുക്ക് അറിയാം, ടീച്ചർ എന്നെ അടിച്ചു എന്നും അല്ലെങ്കിൽ ടീച്ചർ എനിക്ക് ഇന്ന് ഇത്ര വർക്ക് തന്നു എന്നും ഒക്കെ വന്ന് വീട്ടിൽ പറയും. അവർ വന്ന് പറയും അല്ലെ, ബാഗിൽ ഇന്ന കാര്യമുണ്ട്, എനിക്കിത് പറഞ്ഞു തരണം എന്ന് ട്യൂഷൻ ടീച്ചറോടും അതുപോലെ തന്നെ പാരന്റ്സിനോടും ഒക്കെ പറയാനായിട്ട് അവർക്ക് സാധിക്കും. കാരണം അത് എങ്ങനെയാണ്, അവര് സമൂഹത്തിൽ ഇടപഴകി തുടങ്ങി കഴിഞ്ഞു അല്ലെ. ബന്ധമുണ്ട്, ആരുമായിട്ടൊക്കെ ബന്ധമുണ്ട്,
സ്കൂളുകളില്, അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള മറ്റു കുട്ടികളുമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ട്. നമുക്കറിയാം 10 വയസ്സും 11 വയസ്സായിട്ട് കുട്ടികൾ പറയും ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഇവനാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെ. അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ചോക്ലേറ്റ്സ് മുട്ടായൊക്കെ കൊണ്ടുപോകുന്നതും ഒക്കെ നമുക്ക് അറിയാം. കാരണം അവർക്ക് ആ സമയത്ത് അവരുടെ ആ ലൈഫ് എന്ന് പറയുന്നത് നല്ല ഒരു പാറിപ്പറക്കുന്ന ശലഭം പോലെയാണ്. അവർ ഭയങ്കര എന്താണ് നല്ല ഒരു കുട്ടികളുമായിട്ട് എൻഗേജ്ഡ് ആവാനും അവർക്ക് മെയിൻ എന്ന് പറയുന്നത് കളിക്കാനാണ്. അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പ്ലേയിങ് ആണ് അല്ലെ. പ്ലേ ചെയ്യാനും ഒക്കെ അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും. അതുപോലെ ആ സമയത്താണ് എന്ത് അയൽക്കാരുമായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടാക്കും അല്ലെ. എല്ലാവരെയും എന്ത് ചെയ്യും സംസാരിക്കാനൊക്കെ അവർ അങ്ങോട്ട് വില്ലിങ് ആവും. ഓക്കെ, അത് മിണ്ടാതിരിക്കുന്ന ഒരു പ്രായം അല്ല 3 മുതൽ 11 വയസ്സ് വരെ. അപ്പൊ ഇതും എന്തിലോട്ട് നയിക്കുന്നുണ്ട്? സോഷ്യലൈസേഷനിലോട്ട് നയിക്കുന്നുണ്ട്. മൂന്നാമത്തത് അഡോളസെന്റ് സോഷ്യലൈസേഷൻ. നമുക്കറിയാം അഡോളസെന്റ് എന്ന് പറയുമ്പോൾ കൗമാര കാലഘട്ടം അല്ലെ. കൗമാര കാലഘട്ടം ജീവിതത്തിലെ എന്താണ് ഒരു എന്തെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ എന്താണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് കൗമാര കാലഘട്ടം അല്ലെ. പിരിമുറുക്കത്തിന്റെ കാലഘട്ടം എന്നാണ് സൈക്കോളജി പറയുന്നത്. പിരിമുറുക്കത്തിന്റെ സംഘർഷങ്ങളുടെ കാലഘട്ടമാണ്. ഈ സമയത്താണ് അവർക്ക് ലവ് അഫെയർ ഫീലിങ്സും ഒക്കെ എന്ത് ചെയ്യുന്നത് വന്നു തുടങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 13 മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് അഡോളസെന്റ് സോഷ്യലൈസേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ? ഇപ്പൊ 11 വയസ്സ് വരെ എത്തിയപ്പോൾ ബാല്യം ആയതേ ഉള്ളൂ. അപ്പൊ 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ എന്ത് വിളിക്കും? അഡോളസെന്റ് സോഷ്യലൈസേഷൻ. അഡോളസെന്റ് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ കൗമാര കാലഘട്ടം അല്ലെങ്കിൽ കൗമാര സാമൂഹ്യവൽക്കരണം എന്ന് പറയും. 13 മുതൽ 19 വയസ്സ് വരെയുള്ള. അപ്പൊ കുട്ടിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ശക്തമായി എതിർപ്പുണ്ടാകുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാം 13, 8, 14 വയസ്സൊക്കെ ആയ കുട്ടികൾക്ക് പാരന്റ്സ് എടുത്തു കൊടുക്കുന്ന ഡ്രസ്സൊന്നും അവർ ധരിക്കില്ല. അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് അവരുടേതായ ഒരു രീതിയുണ്ട്, സ്റ്റൈലുണ്ട്, അല്ലെങ്കിൽ അവരുടേതായ ഒരു അവർ കീപ്പ് ചെയ്ത് പോകുന്ന ഫോളോ ചെയ്ത് പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ഒരുങ്ങി നടക്കുന്നത്, എന്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയായിരിക്കണം, എന്റെ രൂപം ഇങ്ങനെയായിരിക്കണം അല്ലെ, ഞാൻ ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് എടുത്ത് അങ്ങനെയൊക്കെ കുറച്ച് അവർ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. പക്ഷെ ഇത് പാരന്റ്സുമായിട്ട് കൂടുതലായിട്ട് എപ്പോഴും എതിർപ്പുണ്ടാകുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം 19 വയസ്സായ കുട്ടികള് അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവർക്ക്. കേൾക്കില്ല എന്നല്ല, പൂർണ്ണമായിട്ട് കേൾക്കില്ലെന്നല്ല, എന്നിരുന്നാലും അവർക്ക് കേൾക്കാനും അതുമായിട്ട് അതുമായിട്ട് യോജിച്ചു പോകാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ള കാലഘട്ടം. കാരണം അവരെപ്പോഴും അവരുടെ ലോകത്ത് അവരുടെ ശരികൾ അവരുടെ മാത്രം ശരികൾ എന്ന് പറഞ്ഞതുപോലെ അവരുടെ ശരികൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കും. അവർക്ക് വേറൊരാളുടെ ഫീലിങ്സോ വേറൊരാളുടെ രീതികളിലൊന്നും അവരെന്ത് ചെയ്യില്ല, പ്രാധാന്യം കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഇവർക്ക് ഈ സമയത്താണ് പ്രണയബന്ധങ്ങൾ വരിക, അതുപോലെ തന്നെ അഡിക്ഷൻ തുടങ്ങുക, ഗെയിമിങ് അല്ലെ, സ്മാർട്ട് ഫോൺ, ഇതൊക്കെ കൂടുതലായിട്ട് അഡിക്ഷൻ ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് ഈ 13 മുതൽ 19 വയസ്സ് വരെയുള്ള കൗമാര കാലഘട്ടത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ കൗമാര കാലഘട്ടമാകുമ്പോൾ കുട്ടികളെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർനെറ്റിന്റെ ഉപയോഗത്തിലോട്ടും അതുപോലെ തന്നെ ശക്തമായി എതിർപ്പുണ്ടാകുന്ന കാലഘട്ടമാണ്, പിരിമുറുക്കം ഉണ്ടാകുന്ന കാലഘട്ടമാണ്, സംഘർഷം ഉണ്ടാകുന്നതാണ്. പിന്നെ ഇവർക്ക് ഈ സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞാൽ പിയർ ഗ്രൂപ്പ്സിന്റെ സ്വാധീനം. പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ സമപ്രായക്കാരുടെ ഗ്രൂപ്പ്. ഇവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് വലയങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടം. നമുക്കറിയാം 13, 19 വയസ്സായ ചേട്ടന്മാര്, അതായത് ആ ടൈപ്പിലുള്ള കുട്ടികള് എങ്ങനെയാണ്? ഒരുപാട് ഫ്രണ്ട്സ് കാണും. അവർ പറയുന്നത് നമുക്കറിയാം. ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾ കൃത്യമായിട്ടാണ് അവർ കുറെ പേരുകളുണ്ട് അല്ലെ, ബെസ്റ്റി എന്നും മച്ചാന്നും അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇതൊക്കെ അവരുടെ ഒരു രീതിയാണ്. അവർ ആ സമയത്ത് അവർക്ക് ശക്തമായ പിയർ ഗ്രൂപ്പ്സ് ആണ്. കൂട്ടുകാരില്ലെങ്കിൽ ഇവർ ഇല്ല എന്ന് വരെ ഇവർക്ക് തോന്നിപ്പോകും അല്ലെ. ഇവർക്ക് വേണ്ടി എന്തിനും കൂട്ടുകാരുണ്ട്. ശക്തമായ പിയർ ഗ്രൂപ്പ്സ് ആണ്, സമപ്രായകർ. അവരുടെ രീതികളിലുള്ള അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധമുള്ള ആരെ തിരഞ്ഞെടുക്കും? ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കും അല്ലെ. അവർക്ക് ബന്ധമുള്ള കുറച്ച് ഫ്രണ്ട്സ് കാണും, കുറച്ചൊന്നും കൂടുതൽ ഫ്രണ്ട്സ് കാണും, അവരുമായിട്ട് ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്ഡ് ആയിരിക്കും. പിയർ ഗ്രൂപ്പ്സ് ആണ്. ആ പിയർ ഗ്രൂപ്പ്സിന് നല്ല പോലെ അവരുടെ ജീവിതത്തിൽ സ്വാധീനം കൊടുക്കും, ഇമ്പോർട്ടൻസ് കൊടുക്കും. പാരന്റ്സ് പറയുന്നതിനേക്കാളും അവർ ആര് പറയുന്നത് കേൾക്കും? കൂട്ടുകാരൻ പറയുന്നത് കേൾക്കും, അല്ലെങ്കിൽ കൂട്ടുകാരി പറയുന്നത് കേൾക്കും. അതാണ് സമപ്രായക്കാരുടെ സ്വാധീനം, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും. പക്ഷെ ഇതെല്ലാം ഒരു തലത്തിലാകുമ്പോൾ എന്ത് ചെയ്യും? മാറും. അത് സ്വാഭാവികം. പക്ഷെ ഇതൊക്കെ അവരുടെ ഏജിന്റെ കാര്യങ്ങളാണ്. നമുക്കറിയാം 13, 19 വയസ്സൊക്കെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുന്നതും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ബാക്കി വേരിയേഷൻസും അതുപോലെ ബാക്കി പ്രത്യേകതകളൊക്കെ നമുക്കറിയാം. അതെല്ലാം ഇവരുടെ ഈ ഒരു പ്രായത്തിന് അധിഷ്ഠിതമാണ്. മനസ്സിലാവുന്നപ്പോ 13, 19 വയസ്സായ കുട്ടികൾ എന്താകുന്നു? പിയർ ഗ്രൂപ്പ്സ്. പിന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ കാലഘട്ടത്തിലെ മൂന്നാമത്തെ സാമൂഹ്യ വർണ്ണത്തിന്റെ ഒരു ഘട്ടമാണ്. അതായത് വളരെ പാറിപ്പറക്കുന്ന ചിത്രശലഭം പോലെ എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു പീരീഡാണ് അഡോളസെന്റ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് പുറലോകവുമായിട്ടാണ്.
ബന്ധുത്വം അല്ല, അല്ലെങ്കിൽ പാരന്റ്സ് ഒന്നും അല്ല, അവർക്ക് പിയർ ഗ്രൂപ്പ്സുമായിട്ടും അല്ലെങ്കിൽ ലാവിഷായിട്ടുള്ള രീതികളിലൂടെയൊക്കെയാണ് അവരെ മുന്നോട്ട് പോകുന്നത്. അതാണ് 13 മുതൽ 19 വയസ്സ് വരെ ശക്തമായ എതിർപ്പിന്റെ കാലഘട്ടവും ശക്തമായ പിരിമുറുക്കത്തിന്റെ കാലഘട്ടമാണ് എന്തെന്ന് പറയുന്നത്, അഡോളസന്റ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അനദർ വൺ, ഫോർത്ത് എന്താണ്, അഡൽട്ട് സോഷ്യലൈസേഷൻ. അഡൽട്ട് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ യൗവന കാലഘട്ടം. 19 കഴിഞ്ഞു അല്ലെ, 20 എബോ ഉള്ള ആൾക്കാരൊക്കെ എവിടെ എത്തും, അഡൽട്ട് സോഷ്യലൈസേഷൻ. അഡൽട്ട് ആണ് അവർ. ഒരു യൗവന സാമൂഹ്യവൽക്കരണത്തിൽ ഒരു വ്യക്തി എന്താണ്, പുതിയ റൂളുകൾ. അപ്പൊ അവർ ചിന്തിക്കും, എനിക്ക് ഇങ്ങനെ നടന്നാൽ കഴിയില്ല, എനിക്ക് കുറച്ചുകൂടി എന്തിനാ പഠിക്കണം, ജോലി മേടിക്കണം, നല്ലൊരു പാർട്ട്ണറെ കണ്ടുപിടിക്കണം. ഇതെല്ലാം തോന്നി തുടങ്ങുന്നത് എപ്പോഴാണ്, ഈ അഡൽട്ട് സോഷ്യലൈസേഷനിലാണ്. അഡൽട്ട് ഒരു മുതിർന്നു അല്ലെ, അവിടെ അപ്പൊ ശക്തമായ ഈ പിയർ ഗ്രൂപ്പ്സിന്റെ സ്വാധീനമൊക്കെ എന്ത് ചെയ്യും, കുറയും. എന്തിനും ഏതിനും കൂട്ടുകാരന് വേണ്ടി തല്ലാനും പിടിക്കാനും കൊല്ലാനും പോകുന്നതൊക്കെ എന്ത് ചെയ്യും, കുറയും. സ്വന്തം കാര്യത്തിന് എന്ത് ചെയ്യും, പ്രാധാന്യം കൊടുക്കുന്ന പീരീഡായി അഡൽട്ട് സോഷ്യലൈസേഷൻ മാറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അഡൽട്ട് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ കാലഘട്ടമാണ്. യൗവന കാലഘട്ടം എന്നാണ് പറയുന്നത്. യൗവന കാലഘട്ടമാണ്. ഈ യൗവന കാലഘട്ടത്തിൽ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ റോളുകൾ, അവർക്ക് അവരുടേതായ എന്താണ് കുറെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അത്രയും ദിവസം കയ്യിൽ കിട്ടുന്ന പൈസക്കൊക്കെ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ദൂർത്തടിച്ചും ഫ്രണ്ട്സിന് വേണ്ടി കൂടുതലായിട്ട് ചെലവാക്കിക്കൊണ്ടിരുന്നവർ അവർക്കായിട്ടൊരു എന്താണ് റോളുകളും അതുപോലെ മൂല്യങ്ങളും അതുപോലെ അവരുടെ ഒരു ജോലി കണ്ടുപിടിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉദയം ചെയ്യുന്നത് ഉടലെടുക്കുന്നതൊക്കെ എപ്പോഴാണ്, ഈ അഡൾട്ട് സോഷ്യലൈസേഷനാണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? അപ്പൊ എത്രയാണ്, 4 എണ്ണം ഉണ്ട്. ഒന്ന് ഇൻഫാന്റ് എന്ന് പറയുമ്പോൾ ശിശുക്കളാണ്, അവർക്കൊന്നും തന്നെ അറിയില്ല. രണ്ടാമത്തത് ആരാണ്, നമ്മുടെ ചൈൽഡ് ആണ്. അവിടെ എങ്ങനെ 3 to 11 ഇയേഴ്സ് ആണ്, 3 മുതൽ 11 വയസ്സുള്ള കുട്ടികളാണ്. അവർക്ക് എന്താണ്, അവിടെ അയൽപ്പക്കക്കാരായിട്ടൊക്കെ ബന്ധം വരും. പിന്നെ എങ്ങനെയാണ്, സ്കൂളിൽ പോകും, സ്കൂളിലെ ടീച്ചേഴ്സോട് ബന്ധമുണ്ട്, സംസാരിക്കാൻ ഇടപഴകാനൊക്കെ തുടങ്ങും, കളിക്കാനാണ് ഏറ്റവും കൂടുതൽ ആ സമയത്ത് അവരുടെ ഇഷ്ടം എന്ന് പറയും. ഈ 3 ഗ്രൂപ്പ്സ്, മൂന്നാമത്തെ ഗ്രൂപ്പ്സ് ഏതാണ്, അഡോളസന്റ് ഗ്രൂപ്പ്സ്. ഇവരെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കൗമാര കാലഘട്ടം എന്ന് പറയുമ്പോൾ 13 മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികളാണ് അല്ലെ. 19 വയസ്സുള്ള കുട്ടികൾക്ക് എപ്പോഴും എന്തായിരിക്കും അവരുടെ ആഗ്രഹം, ശക്തമായ എന്താണ്, എതിർപ്പിന്റെ, പാരന്റ്സുമായിട്ട് എപ്പോഴും കശപിശയായിരിക്കും. പിന്നെ എങ്ങനെയാണ്, അവർക്ക് എപ്പോഴും എന്താണ്, ടെൻഷനാണ്, ഓവർ തിങ്കിങ് ആയിരിക്കും അല്ലെ, പിരിമുറുക്കത്തിന്റെ കാലഘട്ടമാണ്. പിന്നെ എങ്ങനെയാണ്, പിയർ ഗ്രൂപ്പ്സ്, ഏറ്റവും കൂടുതൽ അവർ ഫ്രണ്ട്സിനെയാണ് ഇഷ്ടപ്പെടുക. പിയർ ഗ്രൂപ്പ്സിന്റെ വളരെയധികം സ്വാധീനം ഉണ്ടായിരിക്കും. സമപ്രായക്കാരുമായിട്ട് കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യാൻ അവർ ആഗ്രഹിക്കും. ഇങ്ങനെയുള്ള ഒരു പീരീഡാണ് അഡോളസന്റ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അനദർ വൺ, അഡൾട്ട് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കാം, യൗവന കാലഘട്ടം എന്ന് പറയുമ്പോൾ ആ സമയത്ത് എന്താണ്, ഒരു വ്യക്തി പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെ, റോളുകൾ ജീവിതത്തിൽ കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നു, പുതിയ ന്യൂ ഓൺ എന്നൊക്കെ പറയുന്ന പോലെ എന്താണ്, പുതിയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് എന്ത് വിളിക്കുന്നത്, അഡൾട്ട് സോഷ്യലൈസേഷൻ ഗ്രൂപ്പ്സിലുള്ള ആൾക്കാരെന്ന് വിളിക്കുന്നത്. ക്ലിയർ? നാലാമത്തെ ക്വസ്റ്റ്യൻ, വേരിയസ് ഏജൻസി ഓഫ് സോഷ്യലൈസേഷൻ. വേരിയസ് ഏജൻസി എന്ന് പറയുമ്പോൾ എന്താണ്, സോഷ്യലൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഏജൻസീസ് നമുക്ക് സ്വാധീനിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഫാമിലി അല്ലെ, നമ്മളെ സാമൂഹ്യവൽക്കരണത്തിൽ സമൂഹത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ആരൊക്കെയാണ്? ഒന്നാമത്തത് ഫാമിലി, രണ്ടാമത്തത് പിയർ ഗ്രൂപ്പ്, മൂന്നാമത്തത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, നാലാമത്തത് മാസ് ആൻഡ് മീഡിയ അല്ലെ. അത് കഴിഞ്ഞ റിലീജിയൻ, പിന്നെ ലോ, നിയമങ്ങൾ. ഇത് 6 എണ്ണമാണ് നമുക്കുള്ളത്. ഫാമിലി എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ കുടുംബം നമുക്ക് പഠിക്കാം. ഫാമിലി, കുടുംബത്തില് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും. മോനെ ഇത് നീ ചെയ്യരുത്, ഇങ്ങനെയല്ല, നീ ചെയ്ത് തെറ്റാണ്, ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരും. സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയാണ് ഇറങ്ങിച്ചെന്ന പ്രശ്നങ്ങളുണ്ട് എന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തരുന്ന ആരാണ്? നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അല്ലെ. ഫോർമലായിട്ട് ഇൻഫോർമലായിട്ട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, പറഞ്ഞു തരും. നമ്മൾ അതനുസരിച്ചാണ് ലൈഫ് എന്ത് ചെയ്യുന്നത്, ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫാമിലിയില് അച്ഛനും അമ്മയും ഗ്രാൻഡ് മദറും ഒക്കെ എന്ത് ചെയ്യും, അടങ്ങുന്ന ഒരു സെക്ടറാണ് ഫാമിലി എന്ന് പറയുന്നത് അല്ലെ. ചിലപ്പോ ന്യൂക്ലിയർ ഫാമിലി ആവാം, ചിലപ്പോ എന്താണ് ജോയിന്റ് ഫാമിലി ആകാം അല്ലെ. പാരന്റ്സ് കാണും, അതുപോലെ തന്നെ സിബ്ലിങ്സ് കാണും അല്ലെ. അവരുമായിട്ടൊക്കെ എന്താണ് വളരെയധികം ബന്ധമാണ്. അപ്പൊ ഒരുപാട് ആശയങ്ങൾ കിട്ടുന്ന, സോഷ്യലൈസേഷൻ വളരുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണ്? നമ്മുടെ ഫാമിലി എന്നാണ്. രണ്ടാമത് പിയർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? സമപ്രായക്കാരുടെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? കൂടുതൽ കുട്ടികൾ എന്ത് ചെയ്യും, ഈ സോഷ്യലൈസേഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നവരാണ് പിയർ ഗ്രൂപ്പ്. സമപ്രായക്കാർ ധാരാളം സ്വാധീനിക്കും. ആരെ? കുട്ടികളെ എന്ത് ചെയ്യും, സ്വാധീനിക്കും. അവരുടെ ആശയങ്ങൾ ഇവരെടുക്കും. അവരിടുന്ന പോലെയുള്ള ഡ്രസ്സ് ഇവർ എന്ത് ചെയ്യും, ആഗ്രഹിക്കും. അതുപോലെ മേടിക്കാനായിട്ട് ആഗ്രഹിക്കും. അവരുടെ ഇടുന്ന ബ്രാൻഡ്, ഷൂ, ഷർട്ട്, അതുപോലെ പാൻസ്, ഇതെല്ലാം അവർ എന്ത് ചെയ്യും, അവരെ സ്വാധീനിക്കുകയാണ്. അപ്പൊ സമപ്രായക്കാരുടെ സ്വാധീനം എന്ത് ചെയ്യുന്നുണ്ട്,
നമ്മുടെ സോഷ്യലൈസേഷൻ വളരുന്നതിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സെക്ടറാണ്. മൂന്നാമത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. കുട്ടികൾ നമ്മളെ ഇടയിലൊക്കെയാണ് വരുന്നത് അല്ലെ, നമ്മൾ ടീച്ചേഴ്സ് ആണ് അല്ലെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാകുമ്പോൾ ടീച്ചേഴ്സ് ആ കുട്ടികൾക്ക് നീ ഇത് ചെയ്യരുത്, സമൂഹത്തിൽ നല്ല പൗരനായിട്ട് വളരണം, സമൂഹത്തിൽ എങ്ങനെ ജീവിച്ചാലാണ് നല്ല ആകാനായിട്ട് കഴിയുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ വ്യക്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ആരാണ്? അധ്യാപകനോ അധ്യാപികയോ ആയിരിക്കും അല്ലെ. അതുകൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനം, സ്കൂള്, കോളേജ് ഏതും ആകട്ടെ അല്ലെ, ട്യൂഷൻ സെന്റേഴ്സ് ഏതുമാട്ടെ, ഇതെല്ലാം എന്ത് വളർത്തുന്നതിൽ പ്രധാനപ്പെട്ടതാണ്? സോഷ്യലൈസേഷൻ വളർത്തുന്നതിൽ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സോഷ്യലൈസേഷൻ വളർത്തുന്നതിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. 1 ഫാമിലി, 2 പിയർ ഗ്രൂപ്പ്സ്, മൂന്നാമത്തത് നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. 4മത് മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. മാസ് മീഡിയ എന്ന് പറയുമ്പോൾ എന്താണ്? പത്രവും അതുപോലെ തന്നെ എന്താണ്? മാധ്യമങ്ങൾ അല്ലെ, വാർത്താവിനിമയം എന്തും ആകാം. പത്രം വരാം, ഫോൺ വരാം, അതുപോലെ തന്നെ ലാപ്ടോപ്പ് വരാം, എന്തും ആകാം, മാസ് മീഡിയ എനിവൺ. അപ്പൊ ഇവിടെ നോക്കി ഏതെങ്കിലും ഒക്കെ ആകാം. അപ്പൊ എന്താണ് മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ? പത്രങ്ങളിലൂടെയും അതുപോലെ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും? കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ട്? അപ്പം മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ പത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും? കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതും സോഷ്യലൈസേഷൻ വളരുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അടുത്തത് റിലീജിയൻ, മതം അല്ലെ. ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള മതത്തില്, നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രി, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം അല്ലെ, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, ഇഷ്ടമുള്ള പുണ്യ സ്ഥലങ്ങളിൽ പോകാം, ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം? മത ചടങ്ങുകൾ പങ്കെടുക്കാം അല്ലെ. അപ്പോൾ മുസ്ലിം ആയാലും ക്രിസ്തു മതമായാലും ഹിന്ദു മതമായാലും ജൈന മതമായാലും പാഴ്സി മതമായാലും ഒരുപാട് മതങ്ങളെ സ്നേഹിക്കുകയും മതത്തിന് അധിഷ്ഠമായ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ആ റിലീജിയൻ നമ്മൾ എന്ത് ചെയ്യും? സ്വാധീനിക്കുന്നുണ്ട്. ആ മതം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സോഷ്യലൈസേഷൻ വളരുന്നതിൽ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റു മതങ്ങളെ സ്നേഹിക്കാനും റെസ്പെക്ട് ചെയ്യാനും. ഇപ്പൊ ഞാൻ ഹിന്ദു ആണെന്ന് വിചാരിച്ച് ക്രിസ്തു മതത്തെ കയറി അതിനെക്കുറിച്ച് മോശം പറയാൻ പാടുണ്ടോ? ഇല്ല, അതിലെ നല്ല വംശങ്ങൾ നമുക്കറിയാം. നമ്മുടെ അശോകൻ ചക്രവർത്തി അല്ലെങ്കിൽ അക്ബർ ഒക്കെ എന്താണ് എല്ലാ മതങ്ങളെയും സ്നേഹിച്ചിരുന്നു. അതിലെല്ലാം നല്ല അംശങ്ങൾ എടുത്തിട്ടാണ് നമ്മുടെ അക്ബർ എന്ത് ഇതിനില്ലായി കൊണ്ടുവന്നത് അല്ലെ. നല്ല എല്ലാ ക്രിസ്തുമതം എടുത്തു, ക്രിസ്തുമത ബൈബിൾ എടുത്തു, ഭഗവത്ഗീത എടുത്തു, ഖുർആൻ എടുത്തു, ജൈനമതം എടുത്തു, ബുദ്ധമതം, എല്ലാത്തിലും കൂടെ ഇതിനില്ലായി എന്ന് പറയുന്ന ഒരു മതസംഹിത കൊണ്ടുവന്നു. അതുപോലെ എല്ലാ മതങ്ങളെ സ്നേഹിക്കാനും സഹോദരി ബന്ധം കൊണ്ടുവരാനും ഒക്കെ എന്ത് ചെയ്തു? നമ്മുടെ റിലീജിയനിലൂടെ സോഷ്യലൈസേഷൻ വളരാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? റിലീജിയൻ അങ്ങനെ ആ ഒരു ഫാക്ടർ. 6മത്തെ ലോ, നിയമങ്ങൾ. നമുക്കറിയാം എന്താണ് നിയമങ്ങൾ? ഒരുപാട് നിയമങ്ങളുണ്ട് സൊസൈറ്റിയിൽ അല്ലെ, ചെയ്യാൻ പാടില്ലാത്തതും അല്ലെ, ഒത്തിരി പിഴ ഈടാക്കുന്നതുമായിട്ട്. അപ്പൊ ഇതെല്ലാം കുട്ടി പഠിക്കുന്നത് എവിടെ നിന്നാണ്? സൊസൈറ്റിയിൽ നിന്നാണ് അല്ലെ. ലോസ്, ഇങ്ങനെയൊക്കെ ലോസ് ഉണ്ട്, ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്നെ എന്ത് ചെയ്യും? പോലീസ് എന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്യും അല്ലെ. മദ്യപാനം, മയക്കുമരുന്ന്, അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം ആ കുട്ടി സൊസൈറ്റിയിൽ നിന്നാണ് പഠിക്കുന്നത് അല്ലെ. ഇതിനെല്ലാം പണിഷ്മെന്റ് ഉണ്ട്, ചെയ്യാൻ പാടില്ല അല്ലെ, അതെല്ലാം ശിക്ഷാർഹമാണ്, കുറ്റകരമാണ്. ഇതെല്ലാം ആ കുട്ടി മനസ്സിലാക്കുന്നത് എവിടെ നിന്നാണ്? സൊസൈറ്റിയിൽ നിന്നാണ്. അതാണ് ലോസിന്റെ പ്രത്യേകത. മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ അല്ലേ? അപ്പൊ 6 ഫാക്ടർ ഉണ്ട്, വേരിയസ് ഏജൻസി. ഏതൊക്കെയാണ്? ഫാമിലി, പിയർ ഗ്രൂപ്പ്, അതുപോലെ തന്നെ എന്താണ്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, റിലീജിയൻ, ലോ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ഒരു 3 വൺ-വേർഡ് പറഞ്ഞു തരാം. ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ. സോഷ്യലൈസേഷൻ എന്തിനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സോഷ്യൽ ഓർഡർ. സോഷ്യലൈസേഷൻ എന്തിനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? ഓൺ വേർഡ് ആണ്. സോഷ്യൽ ഓർഡർ, സാമൂഹ്യ ക്രമത്തെയാണ് എന്ത് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ഹെൽപ്സ് ഇൻ എസ്റ്റാബ്ലിഷ് ഹിസ് ഡാഷ് ഐഡന്റിറ്റി. സോഷ്യലൈസേഷനിലൂടെ ആരുടെ ഐഡന്റിറ്റി ആണ്? ബാക്കി എല്ലാവരും ഒരു ഗ്രൂപ്പ് ഐഡന്റിറ്റി ആണോ? അല്ല. കമ്മ്യൂണിറ്റി ഐഡന്റിറ്റി ആണോ? അല്ല. സോഷ്യൽ ഐഡന്റിറ്റി ആണോ? അല്ല. സെൽഫ് ഐഡന്റിറ്റി ആണ്. ഒരു പേഴ്സൺ ആണ് സൊസൈറ്റിയിൽ നിന്ന് എല്ലാം മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അതൊരു ഗ്രൂപ്പ് അല്ല. ഓരോ വ്യക്തി, ഞാനാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അവിടെ ചെയ്ത തെറ്റാണ് എന്നെല്ലാം മനസ്സിലാക്കുന്നത് ഞാനല്ലേ. അപ്പൊ ഒരു വ്യക്തിയാണ്. അപ്പൊ സെൽഫ് ഐഡന്റിറ്റി എവിടെ നിന്നുണ്ടാകുന്നു? സൊസൈറ്റിയിൽ നിന്നുണ്ടാകുന്നു. എവിടെ നിന്നുണ്ടാകുന്നു? സൊസൈറ്റിയിൽ നിന്നുണ്ടാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ഈസ് എ പ്രോസസ്. സോഷ്യലൈസേഷൻ ശ്രദ്ധിക്കുക, ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ഈസ് എ ഡാഷ് പ്രോസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ടെമ്പററി ആണോ? ഇന്നൊരു ദിവസം മാത്രമാണോ സോഷ്യലൈസേഷൻ ഉള്ളത്? അല്ല. ഷോർട്ട് പീരീഡിലാണോ? ഇന്ന് ഉണ്ടായിരുന്നു നാളെ ഇല്ല ആണോ? അല്ല.
ഡിസ്കണ്ടിന്യൂസ് ആണോ? ഇന്നുണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞ ശേഷം കട്ട് ചെയ്തു കഴിഞ്ഞു, പിന്നെ ഏതെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞ് ഡിസ്കണ്ടിന്യൂ ആണ്. അല്ല, അങ്ങനെയാണോ? അടുത്ത ഓപ്ഷൻ ഏതാണ്? ലൈഫ് ലോങ് പ്രോസസ് ആണോ? അതെ, ലൈഫ് ലോങ് പ്രോസസ് ആണ് ഏതെന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മള് ജനിക്കുന്നത് തൊട്ട് മരിക്കുന്നത് വരെ എന്ത് നടക്കുകയാണ്? സാമൂഹ്യവൽക്കരണം നടക്കുകയാണ്. ജനിക്കുന്നു മുതൽ മരിക്കുന്നത് വരെ എന്ത് നടക്കുന്നു? സാമൂഹ്യവൽക്കരണം നടക്കുന്നു, സോഷ്യലൈസേഷൻ നടക്കണം. ലൈഫ് ലോങ് പ്രോസസ് ആണ് ഒരു സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മനസ്സിലായോ? അപ്പൊ ഇത് ഇത്രയുമാണ് നമ്മുടെ വൺ വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായോ? ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ലേണിംഗ് ആണ് അല്ലെ. ഒരു കുട്ടി ജനിക്കുന്നത് അതൊരു ബയോളജിക്കൽ ഫാക്ടർ ആണ്. പിന്നെ അത് എന്തായി മാറുന്നു? സാമൂഹ്യ ജീവിയായിട്ട് മാറുന്നു. പിന്നെ നമ്മൾ നോക്കിയത് ഏതാണ്? ആ കുട്ടി എവിടെ നിന്നാണ് പഠിക്കുന്നത്? സൊസൈറ്റിയിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് എന്തായി മാറും? സോഷ്യലൈസേഷൻ ആയിട്ട് മാറുന്നു. എൻകൾച്ചറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വ്യക്തി എന്താണ് ഒരു മറ്റു തലമുറയിൽ നിന്ന് എന്ത് ചെയ്യും? സംസ്കാരം പഠിക്കുകയും അത് ജീവിതത്തിൽ എന്ത് ചെയ്യും? സ്വായത്തമാക്കുകയും ചെയ്യുന്നതിനെയാണ് എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ 4 തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് പഠിച്ചു. ഇൻഫന്റ് പഠിച്ചു, പിന്നെ എന്താണ് നമ്മുടെ ചൈൽഡ് പഠിച്ചു, പിന്നെ അഡോളസെന്റ് പഠിച്ചു, പിന്നെ നമ്മുടെ അഡൽട്ട് പഠിച്ചു. ഇൻഫന്റ് എന്ന് പറയുമ്പോൾ ഒന്നും തന്നെ അറിയില്ല, ഡിപ്പെൻഡ്സ് ഓൺ പാരന്റ്സ്. ഡിപ്പെൻഡിനെ എന്ത് ചെയ്യുന്നു? പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വിഭാഗക്കാര്. ചൈൽഡിൽ എങ്ങനെയാണ്? കളിക്കാനായിട്ട് 3 to 11 ആണ്, 3 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. അവർ അയൽക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെടാനൊക്കെ അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രാധാന്യമൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന പീരീഡാണ്. അഡോളസെന്റ് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 13 തൊട്ട് 19 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. 13 മുതൽ 19 വയസ്സ്. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ എന്താണ്? ലോകം കണ്ടവരാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ്? കുട്ടിയെ എന്ത് ചെയ്യും? കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ശക്തമായി എതിർപ്പുണ്ടാകുകയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ. നീ പറയുന്നത് ശരിയല്ല, നിങ്ങൾ പറയുന്നത് ശരിയില്ല, ഞാൻ പറയുന്നതാണ് ശരി, നിങ്ങൾക്ക് അറിയാമോ? കുട്ടികൾ ചോദിക്കുന്ന കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് എന്തറിയാം? അച്ഛനും അമ്മയ്ക്ക് എന്തറിയാം? ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കാലഘട്ടം, എതിർപ്പുകൾ സൃഷ്ടിക്കുന്ന കാലഘട്ടമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ 13 മുതൽ 19 വയസ്സ് വരെയുള്ള അഡോളസെന്റ് കുട്ടികൾ എന്ന് പറയുന്നത്. ഈ സമയത്ത് പിരിമുറുക്കത്തിന്റെ കാലഘട്ടമാണ്. പിരിമുറുക്കം എന്ന് പറയുമ്പോൾ എന്താണ്? അവർക്ക് എപ്പോഴും ടെൻഷൻ ആയിരിക്കും. ലൈഫിൽ എന്താണ്? പ്രേമബന്ധങ്ങളും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉടലെടുക്കുന്നത് ഈ പീരീഡിലാണ്. ഒരു വ്യക്തിയുടെ എന്താണ് ജീവിതത്തിൽ 3ാമത്തെ ഒരു ഘട്ടമാണ്. ലാസ്റ്റ് വൺ അഡൽട്ട് സോഷ്യലൈസേഷൻ. ഈ സമയത്ത് അതെല്ലാം മാറി എന്താണ്? സ്വന്തമായിട്ടുള്ള വാല്യൂസിനും അതുപോലെ തന്നെ മാനദണ്ഡങ്ങൾക്കും അതുപോലെ തന്നെ മൂല്യങ്ങൾക്കും ഒക്കെ അടിസ്ഥാനമാക്കി ജീവിതം എന്ത് ചെയ്യും? ജീവിക്കാനായിട്ട് ആഗ്രഹിക്കും. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, വേരിയസ് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ. ഏതൊക്കെയാണ് ഏജൻസി? ഞാൻ പറഞ്ഞു, ഫാമിലി, പിയർ ഗ്രൂപ്പ്സ്, അതുപോലെ റിലീജിയൻ, ലോസ്, പിന്നെ എന്താണ്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാമാണ് വേരിയസ് ഏജൻസീസ്. പിന്നെ എന്താ പറഞ്ഞു? വൺ വേർഡിലെ പ്രോസസ്സ്, സോഷ്യലൈസേഷൻ ഒരു പ്രോസസ്സ് ടെമ്പററി ആണോ? അല്ല, ലൈഫ് ലോങ് പ്രോസസ് ആണ്. ഇത് പ്രോസസ്സ് എങ്ങനെയാണ്? സെൽഫ് ഐഡന്റിറ്റി ആണ് ഉണ്ടാക്കുന്നത്. സോഷ്യലൈസേഷൻ എന്തിനെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്? സോഷ്യൽ ഓർഡർ ആണ്. അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്, അതുപോലെ ഈസിയുമാണ്. അപ്പൊ നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക? പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക? വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക. അതുപോലെ ഈ വരുന്ന ക്ലാസ് ഒന്ന് കേൾക്കുക. ഒരുപാട് വൈഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കാം എങ്കിൽ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? സെറ്റിംഗ്സിൽ കയറിയിട്ട് സ്പീഡ് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? ഒന്ന് കേട്ട് മനസ്സിലാക്കുക. ഒരിക്കൽ കേട്ടാൽ തന്നെ നമുക്കിത് മനസ്സിലാകുന്ന ചാപ്റ്റർ ആണ്. നന്നായിട്ടൊന്ന് ഈ സ്റ്റേജസും അതുപോലെ തന്നെ വേരിയസ് ഏജൻസീസ്, ഏതൊക്കെ ഏജൻസീസ് ആണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ക്ലാസ്സുകളെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാം. അതുപോലെ കോഴ്സിനെ പറ്റി സംശയമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക? ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും